ഗ്രാമീണ മേഖലയിൽ നൂറുകണക്കിന് പേരെ സൗജന്യമായി നീന്തൽ പരിശീലിപ്പിച്ച് നീന്തൽ സാക്ഷരതാ യജ്ഞവുമായി മുന്നോട്ടു പോവുകയാണ് ഒരു റിട്ടയേർഡ് പോലീസ് ഉദ്യോഗസ്ഥൻ. കേരള പോലീസിൽ നിന്നും അസിസ്റ്റന്റ് കമാൻഡന്റ് ആയി റിട്ടയർ ചെയ്ത KG സന്തോഷ് ആണ് വേറിട്ട സാമൂഹ്യ സേവനത്തിലൂടെ മാതൃകയാവുന്നത്. ചിറ്റിലപ്പിള്ളിയിൽ സ്ഥിരതാമസമാക്കിയ സന്തോഷ് സാർ ജോലിയിൽ നിന്നും വിരമിച്ചതിന് ശേഷം ഏതാനും സുഹൃത്തുക്കളോടൊപ്പം വിവിധ സാമൂഹ്യ സേവന ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കായി മഹാത്മാ ചാരിറ്റബിൾ ട്രസ്റ്റ് ആരംഭിച്ചു. വിവിധ പ്രവർത്തനങ്ങൾക്ക് ട്രസ്റ്റ് നേതൃത്വം നൽകുന്നുണ്ടെങ്കിലും സന്തോഷ് സാർ നൽകുന്ന നീന്തൽ പരിശീലനമാണ് ഇപ്പോൾ കൂടുതൽ ശ്രദ്ധേയമാകുന്നത്. 2018 ഞാൻ പോലീസ് സർവീസിൽ ഉള്ള സമയത്ത് പ്രളയത്തിൻ്റെ ദുരന്ത മുഖത്ത് ഞങ്ങൾ പോലീസ് സഹോദരന്മാരെ കൂടിയിട്ട് 24 hours അലർട്ടായിട്ട് ജോലി ചെയ്തിരുന്നു. ആ സമയത്ത് നമ്മൾക്ക് പോലും ഒരു നിസ്സഹായാവസ്ഥ ഉണ്ടാകുന്ന പല ഘട്ടങ്ങളും ഞങ്ങൾ ഫേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അന്ന് ഞാൻ മനസ്സുകൊണ്ട് വിചാരിച്ചൊരു സമ്പൂർണ്ണ നീന്തൽ സാക്ഷരത നമ്മൾ നാടിന് ആവശ്യമാണെന്ന് എനിക്ക് ബോധ്യമായി. ഞാൻ എൻ്റെ കുറേ സുഹൃത്തുക്കളും ചേർന്നിട്ട് ഒരു ചാരിറ്റി സംഘടന ഉണ്ടാക്കി, മഹാത്മാ ചാരിറ്റബിൾ ട്രസ്റ്റ് എന്ന് പറഞ്ഞിട്ട്. ഈ ട്രസ്റ്റിൻ്റെ ബലത്തിൽ എനിക്ക് എന്നെ അന്ന് സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്ന നിഷ മേഡം ആയിരുന്നു. അതുപോലെ പലരും സപ്പോർട്ടോട് കൂടിയിട്ട് ഞാനും എൻ്റെ മകനും കൂടിയിട്ട് 200 പേരെ അന്ന് ഒരു അമ്പലക്കുളത്തിൽ വെച്ച് ഞങ്ങൾ നീന്തൽ പഠിപ്പിച്ചു. ആദ്യം ചിറ്റിലപ്പിള്ളി പഴമ്പുഴ ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിന്റെ ക്ഷേത്രക്കുളത്തിലാണ് നീന്തൽ പരിശീലനം നൽകിയത്. 200ഓളം പേർ ആദ്യ സീസണിൽ പങ്കെടുത്തു. സംസ്ഥാനതല നീന്തൽ മത്സരങ്ങളിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചിട്ടുള്ള ഇളയ മകൻ അഭയ് അച്ഛന്റെ നീന്തൽ പരിശീലനങ്ങളിൽ പൂർണ്ണ പിന്തുണയുമായി ഒപ്പമുണ്ടായിരുന്നു. സമ്പൂർണ്ണ നീന്തൽ സാക്ഷരത പൂർണ്ണമാക്കണമെങ്കിൽ എന്ത് ചെയ്യണം എന്നുള്ള ആലോചിച്ചിരിക്കുമ്പോഴാണ് ഈ ചാർലി നെവർലാൻഡ് സ്വിമ്മിംഗ് പൂൾ എന്നോട് പറഞ്ഞു, നമുക്ക് ഈ ചാറ്റിയുടെ ഭാഗത്തു നിന്ന് തന്നെ എന്ത് സഹായം ചെയ്യാനും അവർ തയ്യാറായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പോൾ നമുക്കറിയാം ഓരോ സ്വിമ്മിംഗ് പൂളിലുള്ള റേറ്റുകളൊക്കെ. ഞാൻ തികച്ചും സൗജന്യമായിട്ടാണ് നീന്തൽ പഠിപ്പിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവരെന്ത് ചോദിച്ചാൽ ഇവരുടെ വരുമാനം ഇവർ മെയിൻ്റെനൻസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പൂളിൻ്റെ മെയിൻ്റെനൻസിന് വേണ്ടിയിട്ടുള്ള പൈസ മാത്രം കളക്ട് ചെയ്ത് ചെയ്യുള്ളൂ എന്ന് അങ്ങനെ ഒരു തീരുമാനത്തിൽ അവർ നിന്നു. അതുകൊണ്ട് എനിക്ക് ധാരാളം പേരെ പഠിപ്പിക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ 50 വയസ്സും 54 വയസ്സും ഇന്ന് 65 വയസ്സുള്ള ആൾക്കാർ വരെ പഠിപ്പിക്കാൻ വരുന്നുണ്ട്. എനിക്ക് സക്സസ് ആക്കാൻ പറ്റുന്നുണ്ട്. നൂറുകണക്കിന് പേരെ സൗജന്യമായി നീന്തൽ പരിശീലിപ്പിച്ചെങ്കിലും പരിശീലിപ്പിക്കാനായി ഇദ്ദേഹം ഒരിക്കൽ പോലും വെള്ളത്തിലിറങ്ങിയിട്ടില്ല. കരയിൽ നിന്ന് തന്നെ നിർദ്ദേശങ്ങൾ നൽകിയാണ് ഇദ്ദേഹം നീന്തൽ പരിശീലിപ്പിക്കുന്നത്. ഓരോരുത്തരെയും നിരീക്ഷിച്ച് അവർക്ക് വരുന്ന തെറ്റുകളും കുറവുകളും ബോധ്യപ്പെടുത്തിയും ആത്മധൈര്യം പകർന്നും 3 മണിക്കൂർ കൊണ്ട് ഇദ്ദേഹം നീന്താൻ പഠിപ്പിക്കും. പിന്നെ ഞങ്ങൾ ഇത്രയും പേര് രാവിലെ പൂളിലുണ്ടെങ്കിലും ഈക്വലായിട്ട് അറ്റൻഷനാണ്. അതായത് സാറ് പൂളിക്ക് ഇറങ്ങുന്നില്ല എന്നുണ്ടെങ്കിലും ഈക്വലായി അറ്റൻഷൻ നൽകി നമുക്ക് നമ്മുടെ മിസ്റ്റേക്സ് എന്താണ്, സ്ട്രെച്ച് ചെയ്ത് പിടിക്കണം, കൈ ഇങ്ങനെ ഇതാവാൻ പാടില്ല, വൈഡ് ആവാനായിട്ട് പാടില്ല, അങ്ങനെ നല്ല നമ്മുടെ മിസ്റ്റേക്സ് എന്താണ് അപ്പോൾ തന്നെ കറക്റ്റ് ചെയ്ത് കൊണ്ടുവരായിരുന്നു. അപ്പോൾ 7 ദിവസം ഇപ്പം ഞാനായിട്ടുള്ളൂ, ഏകദേശം പഠിച്ചു എന്നാണ് എനിക്ക് തോന്നുന്നത്. അതെനിക്കൊരു വലിയൊരു അച്ചീവ്മെന്റ് ആയിട്ട് തോന്നുന്നു. സാറിന് എൻ്റെ താങ്ക് യു ഇത്രയും എത്തിച്ചതിന്. ചില പൂളിലൊക്കെ നമ്മളിങ്ങനെ പൂളിലേക്ക് എടുത്തെറിയുക അങ്ങനെയൊക്കെയാ, അങ്ങനെ സ്റ്റെപ്പായിട്ട് പഠിപ്പിച്ചിട്ടില്ല ചെയ്യുക. അപ്പം നമുക്കതൊരു പേടിയും ട്രോമയ്ക്കും. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, എടുത്തെറിയൊന്നുമില്ല. നമ്മൾക്ക് കംഫർട്ടാകുന്ന രീതിയിൽ ഓരോ സ്റ്റെപ്പായിട്ട് നമ്മളതിലേക്ക് ഇറക്കി പഠിപ്പിച്ച് അങ്ങനെ ചെയ്തു വന്നു. പിന്നെ സാറെന്ന് പറയുന്നത് ആള് രാവിലെ 6 മണിക്കൊക്കെ വന്ന് ഒരു 9 മണി 9:30 വരെ ഇവിടെ നിൽക്കും. അതും ഫുഡൊന്നും കഴിക്കാണ്ടൊക്കെ നമ്മൾ അത്രയും അന്ന് അതിന്റെ ക്ഷീണം ഒന്നും കാണിക്കില്ല. അത്രയും എഫേർട്ട് എടുത്തിട്ട് ഡെഡിക്കേഷനോട് കൂടിയാണ് നമ്മളെ പഠിപ്പിച്ചു തരുന്നത്. അപ്പൊ അത്രയും താങ്ക് യു സാറിനോട് ഞാൻ പറയുന്നു. 5 വയസ്സ് മുതൽ 70 വയസ്സുവരെയുള്ളവരെ സന്തോഷ് സാർ നീന്തൽ പരിശീലിപ്പിച്ചിട്ടുണ്ട്. വെള്ളം കണ്ടാൽ ഭയമായിരുന്ന നിരവധി പേരെ, വിശേഷിച്ചും മുതിർന്ന വനിതകളെ ഇദ്ദേഹം നീന്തൽ പരിശീലിപ്പിച്ചിട്ടുണ്ട്. ഈ ടൈമിൽ ഞാൻ ഏകദേശം ഒരു മാസത്തിനുള്ളിൽ 150 പേരെ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ സ്ത്രീകളും 50 വയസ്സ് കഴിഞ്ഞിട്ടുള്ള സ്ത്രീകളും ഉണ്ട്. അവരെ ഒരു 30ഓളം പേര് ഉണ്ട്. പിന്നെ കുട്ടികൾ, ബാക്കി ബാലൻസുള്ളൊക്കെ കുട്ടികളാണ്. അവരൊക്കെ പഠിപ്പിച്ചു. എൻ്റെ ഉദ്ദേശം വെച്ചാൽ കുറച്ച് പ്രൊഫഷണൽ ടച്ചോട് കൂടിയിട്ട് പഠിപ്പിക്കണം എന്നാണ്. അവർക്ക് ഭാവിയിൽ കുറേ ലോങ് ഡിസ്റ്റൻസ് നീന്തണം, കായലിലും ഒക്കെ നീന്തണം. ഇതുപോലത്തെ ഒരു നല്ലൊരു ജനറേഷൻ ഉണ്ടെങ്കിൽ ഇവർ മറ്റുള്ളവരെയൊക്കെ പഠിപ്പിച്ച് ഒരു സമ്പൂർണ്ണ നീന്തൽ സാക്ഷരതയുടെ ലക്ഷ്യത്തിലേക്ക് എത്തണം എന്നുള്ളതാണ്. ഇദ്ദേഹത്തിന്റെ പരിശീലനം കൊണ്ട് നേട്ടമുണ്ടായവർ നിരവധിയാണ്. വെള്ളത്തെ ഭയപ്പെട്ടിരുന്ന നിരവധി പേർ ഇന്ന് മത്സ്യങ്ങൾ കണക്കെ നീന്തി തുടിക്കുന്ന കാഴ്ചയാണ്
ചിറ്റിലപ്പിള്ളിയിലെ നെവർലാൻഡ് സ്വിമ്മിംഗ് പൂളിൽ കാണാനാകുന്നത്. ഇവളുടെ കാര്യത്തിൽ ഡൗട്ടായിരുന്നു. ഞാൻ ആദ്യം ചേർത്തത് ഇവളെയും എൻ്റെ മോളെയും പിന്നെ നാത്തൂൻ്റെ മോനെയായിരുന്നു. അപ്പം നാത്തൂൻ്റെ മോൻ ഓക്കെ ആയിരുന്നു, അവന് +2 കഴിഞ്ഞതായിരുന്നു. അപ്പോൾ ഇവളെ 8 വയസ്സായിട്ടുള്ളൂ. അപ്പോൾ പഠിപ്പിക്കാൻ പറ്റുമോ എന്നുള്ളത് എനിക്ക് ഡൗട്ടായിരുന്നു. എന്നാലും ഒന്ന് ശ്രമിച്ചു നോക്കാമെന്ന് പറഞ്ഞിട്ട് മോളെയും നാത്തൂൻ്റെ മോനെയും കൂടിയിട്ട് സാറ് ട്രൈ ചെയ്തു. ആക്ച്വലി ഒരു 20 മിനിറ്റ്സിനുള്ളിൽ, എൻ്റെ ഇപ്പോഴും അതിൻ്റെ വീഡിയോസ് ഉണ്ട് കേട്ടോ, 20 മിനിറ്റ്സിനുള്ളിൽ തന്നെ അവൾ ഫ്ലോട്ട് ചെയ്ത് ഒരു ഫിഷിൻ്റെ രൂപത്തിൽ തന്നെ അവൾ നീന്തി. ആക്ച്വലി എനിക്ക് ഭയങ്കര ഹാപ്പി ആയിരുന്നു അത്. ഞങ്ങള് വെക്കേഷനിൽ വെറുതെ ഇരിക്കുന്നു. ആ ടൈമിലാണ് നിതീഷ് മാമൻ പറഞ്ഞ ഇവിടെ ഒരു സ്വിമ്മിംഗ് ക്ലാസ് ഉണ്ട്. അപ്പോ ഞങ്ങൾക്ക് അറിയുന്ന ആൾക്കാരെയൊക്കെ വിളിച്ചു. പിന്നെ നിതീഷ് മാമൻ എല്ലാരും വിളിച്ചു. എന്നിട്ട് എല്ലാരും കൂടി ഇങ്ങോട്ട് വന്നു. ഫസ്റ്റ് തന്നെ ചെറിയ ചമ്മലൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇവിടെ വന്നപ്പോ മാഷ് അത് ഭയങ്കര ഫ്രണ്ട്ലി ആണ്. മാഷ് പറഞ്ഞത് നമുക്ക് മനസ്സിലാവും ചെയ്യും. പിന്നെ ആകെ കണ്ണടയ്ക്ക് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ നന്നായി സ്വിമ്മ് ചെയ്തു. ഇപ്പൊ നന്നായി പഠിച്ചു തുടങ്ങിയിട്ടുണ്ട്. പിന്നെ നമുക്കിത് സ്വിമ്മിങ്ങിന്റെ സർട്ടിഫിക്കറ്റ് +1 അഡ്മിഷനൊക്കെ ഇമ്പോർട്ടന്റ് ആണ്. അടാട്ട് ഗ്രാമപഞ്ചായത്തിലെ വാർഡ് മെമ്പർമാരും വിവിധ പ്രവർത്തനങ്ങളിൽ സന്തോഷ് സാറിന് പിന്തുണയുമായി ഒപ്പമുണ്ട്. ഞാൻ അടാട്ട് പഞ്ചായത്ത് ചിറ്റിലപ്പള്ളി 2ാം വാർഡ് മെമ്പറാണ്. സന്തോഷ് സാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്വിമ്മിങ് എന്ന് മാത്രമല്ല, ഞാൻ 2000 മെമ്പറായപ്പോൾ തൊട്ട് സാറായിട്ട് ഒരുമിച്ച് ഞങ്ങൾക്ക് ഒരു ചാരിറ്റബിൾ ട്രസ്റ്റായിട്ട് പ്രവർത്തിക്കാനുള്ള ഒരു ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. സാറെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ കാര്യത്തിലും ഭയങ്കര ഡെഡിക്കേറ്റഡ് ആണ്. ഫ്രീ ആയിട്ടുള്ള സർവീസാണ്. ജനങ്ങൾക്ക് എന്ത് വേണം എന്ന് കണ്ട് അതനുസരിച്ച് പ്രവർത്തിക്കാനായിട്ടുള്ള എല്ലാ മനസ്സുള്ള ഒരു വ്യക്തിയാണ്. റിട്ടയർഡ് ആയിട്ട് പൊതുസേവനത്തിന് ഇറങ്ങിയിട്ടുള്ള ഒരാളാണ്. അതിനോടൊപ്പം നിന്ന് പ്രവർത്തിക്കാൻ സാധിച്ചത് എനിക്ക് വലിയ ഭാഗ്യമായിട്ട് തോന്നുന്നു. പിന്നെ ഞങ്ങൾ കോവിഡ് സമയത്ത് കുറേ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ടായിരുന്നു. വീടുകളിലേക്ക് എത്തിക്കാനും പച്ചക്കറികൾ എത്തിക്കാനും കുട്ടികൾക്ക് പഠിക്കാനുള്ള മൊബൈൽ കൊടുക്കാനായാലും എല്ലാത്തിനും സാറിൻ്റെ നിർദ്ദേശം അനുസരിച്ച് പ്രവർത്തിക്കാനായിട്ട് കുറേ പ്രവർത്തനങ്ങൾ നടത്താനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഇതിലൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാറ് വെള്ളത്തിലിറങ്ങില്ല. വെള്ളത്തിലിറങ്ങാതെ നിന്നിട്ട് കോച്ചിങ് ആണ് കൊടുക്കുന്നത്. സ്ത്രീകൾക്കും കുട്ടികൾക്കും സുഗമമായി നീന്തൽ പഠിക്കുന്ന ഒരു അവസരമാണ് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്. മറ്റുള്ളവരെ പോലെ വെള്ളത്തിലിറങ്ങി നിന്നുകൊണ്ട് പഠിപ്പിക്കല്ല, കരയ്ക്ക് കയറി നിന്ന് കൊണ്ടാണ് മാഷ് പഠിപ്പിക്കുന്നത്. ആ സാറിന് എല്ലാ വക അഭിനന്ദനങ്ങളും. ഇപ്പോൾ എൻ്റെ ഒരു ആവശ്യം എന്ന് വെച്ചാൽ 10ാം വാർഡ് മെമ്പറാണ്. വാർഡിലെ എല്ലാ കുട്ടികളും പഠിപ്പിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. ഒരു 80ഓളം കുട്ടികളിപ്പോൾ സാറിൻ്റെ കീഴിലിപ്പോൾ ശരിക്കും പറഞ്ഞാൽ 3 മണിക്കൂർ കൊണ്ടാണ് സാർ പറയുന്നത് പഠിപ്പിച്ച് നമ്മൾ നീന്തൽ പൂർണ്ണമായിട്ട് പഠിപ്പിച്ചു തരാം. 3 മണിക്കൂറാണ് സാറ് ആവശ്യപ്പെടുന്നത്. അതിനുള്ളിൽ തന്നെ സന്തോഷ് സാർ നമുക്ക് കുട്ടികളെ നീന്തി പഠിപ്പിക്കുകയും അതുപോലെ തന്നെ നമുക്ക് ഇത്രയും ലെങ്ത്തിൽ എല്ലാ രീതിയിൽ നീന്താനുള്ള എല്ലാ സംവിധാനം നമുക്ക് പറഞ്ഞ് പഠിപ്പിച്ചു തരുന്നുണ്ട്. KG സന്തോഷ് സാറിന്റെ പ്രിയ പത്നി അനൂപ സന്തോഷ് എല്ലാ പ്രവർത്തനങ്ങളിലും പൂർണ്ണ പിന്തുണയുമായി ഒപ്പമുണ്ട്. മൂത്തമകൻ അശ്വിൻ സന്തോഷ് അറിയപ്പെടുന്ന ഒരു സ്കൂബ ഡൈവർ കൂടിയാണ്. നീന്തൽ പരിശീലനങ്ങളിൽ അച്ഛൻ സന്തോഷിനെ ഏറെ ഗുണകരമായ പല സാങ്കേതിക ഉപദേശങ്ങളും നൽകിയത് അശ്വിനാണ്. അനാർക്കലി എന്ന മലയാള സിനിമയിൽ പൃഥ്വിരാജിനൊപ്പം സ്കൂബ ഡൈവിംഗ് പരിശീലിക്കുന്ന സംഘത്തിൽ ഒരാളായി അശ്വിനും ഉണ്ടായിരുന്നു. ഇപ്പോൾ 2 മക്കളും കാനഡയിലാണ്. നീന്തൽ പരിശീലനം കൂടാതെ മയക്കുമരുന്നിനെതിരെയുള്ള ബോധവൽക്കരണ പ്രവർത്തനങ്ങളും വിദ്യാഭ്യാസ മേഖലയിൽ സാമ്പത്തിക ക്ലേശങ്ങൾ മൂലം ബുദ്ധിമുട്ടുന്ന വിദ്യാർത്ഥികളെ സഹായിക്കുന്ന പ്രവർത്തനങ്ങളും വാർദ്ധക്യത്തിൽ ഒറ്റപ്പെട്ടു പോയവർക്കു വേണ്ടി വിനോദയാത്രകൾ സംഘടിപ്പിക്കുക തുടങ്ങി നിരവധി പ്രവർത്തനങ്ങൾ മഹാത്മാ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ നടക്കുന്നുണ്ട്.